ടെക്നോളജി ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ അരുൺ രാജ്. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വാട്സപ്പ് ഗ്രൂപ്പിലെ, അതായത് നമുക്കറിയാത്ത ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും, നമ്മൾ ആയി ചെയ്യപ്പെട്ടിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലെ ഓരോ അംഗങ്ങൾക്കും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണം. അത് അവിടെ പോയി പേര് സെലക്ട് ചെയ്ത് അങ്ങനെ നമുക്ക് ആ മെസ്സേജ് അയക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ പുതിയൊരു ആപ്ലിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്, വാട്സപ്പ് ബൾക്ക് സെൻഡർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലെ അംഗങ്ങളുടെയൊക്കെ നമ്പേഴ്സ് കറക്റ്റായിട്ട് റീഡ് ചെയ്തിട്ട് നമുക്ക് ഒരു മെസ്സേജ് അയക്കാൻ സാധിക്കും. നിങ്ങളൊരു ബിസിനസ് എൻ്റർപ്രൈസസ് ആണ്, അതായത് നിങ്ങൾ ഓൺലൈനായിട്ടുള്ള ബിസിനസ് വ്യാപാരങ്ങൾ, ഈ മാൾ 91, അതായത് ഷോപ്പ് 101, അതേപോലെ മീഷോ എന്നൊക്കെ പറയുന്ന റീസെല്ലിംഗ് ആപ്പുകളുടെ നമുക്ക് പ്രൊഡക്ട്സ് വേറെ ആൾക്ക് പരിചയപ്പെടുത്തണം. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും കോൺടാക്റ്റ് എടുത്ത് ഇങ്ങനെ സെലക്ട് ചെയ്ത് അയക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ നമുക്ക് ബിസിനസ്സൊക്കെ വളർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു യൂട്യൂബ് ചാനലിലാണ്, അപ്പോൾ ഈ യൂട്യൂബ് ചാനലിലെ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്യണം. അപ്പോൾ ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങൾക്കും ഇങ്ങനത്തെ ലിങ്കുകൾ ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും പോയി സെലക്ട് ചെയ്യണം, നമ്മൾ കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്യണം. പക്ഷേ ഈ വാട്സപ്പ് ബൾക്ക് സെൻഡർ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ, ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് മെസ്സേജുകൾ കറക്റ്റ് ഓരോ സ്പെസിഫൈഡ് പേഴ്സണും നമുക്ക് നമ്പർ സെലക്ട് ചെയ്ത് അയക്കാൻ സാധിക്കും. ആ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി PC സ്ക്രീനിൽ നമ്മൾ ഈ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യുന്നു, ഇതിൻ്റെ ഗുണവും ദോഷവും ഉള്ള കാര്യങ്ങൾ ഒക്കെയാണ് നമ്മൾ ഈ PC വെർഷനിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് PC വെർഷനിലേക്ക് പോകാം. ആപ്പ് നമ്മൾ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറയുന്നത് വാട്സപ്പ് സെൻഡർ, അതായത് വാട്സ് സെൻഡർ എന്ന് പറയുന്ന ഒരു ആപ്പാണ്. നിങ്ങളുടെ ഇന്റർഫേസ് ആണ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾക്ക് ആ ഇന്റർഫേസ് ഇപ്പോൾ കാണാം. ഓക്കെ, ഇതിലിപ്പം നമുക്കിപ്പോൾ ഫയൽ എഡിറ്റ് അക്കൗണ്ട് സാധാ പോലെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത് കാണുന്നത്. നമുക്ക് ടൈപ്പ് ചെയ്യുന്ന മെസ്സേജ്, ഈ മെസ്സേജ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇപ്പം ഹായ് എന്നാണെങ്കിൽ ഹായ് എന്നുള്ള മെസ്സേജ് ടൈപ്പ് ചെയ്ത് വെക്കാം. അതാണ് നമ്മൾ സെൻഡ് ചെയ്യാൻ പോകുന്ന മെസ്സേജ്. ഇനി നമുക്ക് നമ്പേഴ്സ് ആഡ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. നമുക്കൊരു വാട്സപ്പ് അക്കൗണ്ട് വേണം. അപ്പം ഈ ആപ്പിന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആപ്പിന് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പ് നമുക്കിപ്പം മെസ്സേജ് സ്പാം ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഒരുപാട് പേർക്ക് ഒരേ മെസ്സേജ് തന്നെ അയക്കുമ്പോൾ വാട്സപ്പ് തന്നെ ചിലപ്പം നമ്മുടെ മെസ്സേജ് സ്പാം ആയിട്ട് കണക്ക് കൂട്ടി ചിലപ്പം സ്പാം മെസ്സേജ് ആയിട്ട് നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്ന വാട്സപ്പ് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഏതെങ്കിലും ഒരു നമ്പർ ഉപയോഗിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പം വന്നിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന്റെ കാര്യങ്ങൾ, മെസ്സേജ് സ്പാം കാര്യങ്ങളൊന്നും ഇവരെ അറിഞ്ഞിട്ടില്ല. അപ്പം ഒരുപാട് മെസ്സേജ് എങ്ങനെ ഏതൊരു പ്ലാറ്റ്ഫോമിൽ അയച്ചു കഴിഞ്ഞാലും നമ്മളെ മെസ്സേജ് സ്പാം ആയി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പം ഇതാണ് ഇതിന്റെ ഇന്റർഫേസ്. ഹായ് എന്നാണ് ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിനകത്ത് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ആൾക്കാരുടെ നമ്പർ കിട്ടണം. ആ നമ്പർ കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഗ്രാബർ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഈ ഗ്രൂപ്പ് ഗ്രാബർ എടുക്കാം. ഗ്രൂപ്പ് ഗ്രാബർ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളോട് നമ്മുടെ വാട്സപ്പ്, അതായത് നമ്മൾ ഈ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പറയും. അപ്പോൾ ഓപ്പൺ വാട്സപ്പ് കൊടുക്കാം. ഓപ്പൺ വാട്സപ്പ് കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മുടെ സ്മാർട്ട് ഫോൺ നമ്മൾ കയ്യിലെടുക്കാം. വാട്സപ്പ് വെബിലേക്കാണ് ഈ ഒരു സംഭവം പോവുക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരെ വാട്സപ്പ് വെബിലേക്ക് പോകും. നമ്മുടെ ഫോണിൽ എടുത്തിട്ട് ഫോണിന്റെ റൈറ്റ് തേടിയ ഒരു 3 ബട്ടൺസ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് വാട്സപ്പ് വെബ് എന്ന് പറയുന്ന സംഭവം എടുക്കുക. വാട്സപ്പ് വെബ് എന്ന് പറയുന്ന സംഭവം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് ജസ്റ്റ് സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്രീനിലേക്ക് ഇപ്പം ഒരു സംഭവം വന്നു. ഇപ്പം ഞാനിവിടെ എൻ്റെ ഒരു ഗ്രൂപ്പ്, ഞാൻ ആഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ ഗ്രൂപ്പിലെ നമ്പേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് നമ്മൾ എക്സ്ട്രാക്ട് നമ്പേഴ്സ് ഫ്രം ദ ഗ്രൂപ്പിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞു സ്റ്റെപ്പ് 2-ല്. ദെൻ ഗ്രാബ് കോൺടാക്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ നമ്പറും, ആ ഗ്രൂപ്പിൽ എത്ര നമ്പേഴ്സ് ഉണ്ടോ അത്രയും നമ്പേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇപ്പം ആ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ നമ്പറും ഇവിടെ വന്നു. ഈ ഒരു സംഭവം നമ്മൾ സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പം ഒരു ഫയലായിട്ട് കിട്ടും. ആ ഫയലായി കിട്ടിയ സംഭവം നമ്മൾ ജസ്റ്റ് ഇതിപ്പം ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ന്യൂ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവും. ന്യൂ അല്ല. ഓക്കെ, ഒരു മിനിറ്റ്. നമ്മൾ ജസ്റ്റ് ഫയലിൽ പോവുക. ഫയലിൽ പോയിട്ട് ഇമ്പോർട്ട് നമ്പേഴ്സ് എന്ന് പറയുന്നുണ്ടാവും. ഫ്രം ഫയൽസിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ നമ്പേഴ്സും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതിപ്പോൾ പ്രോ വേർഷൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്പേഴ്സ് എഴുതി വെച്ചിട്ട് നമുക്ക് മാനുവലായിട്ട് ഇൻപുട്ട് ചെയ്ത് മെസ്സേജ് അയക്കാൻ പറ്റും. അതായത് ഇപ്പോൾ മാനുവൽ നമ്മളിപ്പോൾ കിട്ടിയ നമ്പറൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മൊബൈൽ നമ്പേഴ്സ്, എത്ര മൊബൈൽ നമ്പേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ കൺട്രി കോഡ് എന്തായാലും കൊടുക്കണം. ഇതിപ്പം എൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇമ്പോർട്ട് കൊടുക്കും, ഇവിടെ വരും. എൻ്റെ ഇപ്പം രണ്ടാമത്തെ നമ്പർ ഇപ്പോൾ ഇവിടെ കൊടുക്കാം. ഇമ്പോർട്ട് നമ്പേഴ്സ് മാനുവൽ 91. ഓക്കെ, രണ്ടാമത്തെ നമ്പർ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് എത്ര നമ്പർ വേണമെങ്കിലും കൊടുക്കാം. ഒറ്റ മെസ്സേജ് അങ്ങനെ കൊടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വളരെയധികം ഒരു പ്രത്യേകതയാണ് നമുക്ക് മെസ്സേജ് ഷെഡ്യൂൾ ചെയ്ത് അയക്കാൻ പറ്റും.
ഇതിൽ മെസ്സേജ് നമുക്ക് പ്രോ വേർഷൻ ആണെങ്കിൽ നമുക്ക് മെസ്സേജ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഹായ് എന്നൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇത്ര സമയത്ത്, അതായത് നമുക്കിപ്പം ഒരു 12 മണിക്ക് ബർത്ത്ഡേ വിഷയം നമ്മൾ ഉറങ്ങി പോകുന്നുള്ള പേടിയുണ്ട്. അപ്പോൾ മെസ്സേജ് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കണം. അങ്ങനെയൊക്കെ ഒരു സംഭവം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ചെയ്യാനുള്ള ഓപ്ഷൻ ചെയ്യാറുണ്ട്. അപ്പം ഇതാണ് ഈ വാട്സപ്പ് സെന്റർ എന്ന് പറയുന്ന, അതായത് ബൾക്ക് സെന്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രോ വേർഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അപ്പം നമ്മളെ യൂട്യൂബിലൊക്കെയുള്ള വിനീഷ് റോഷിനി എന്ന് പറയുന്ന അവരുടെയൊക്കെ ചാനലിൽ ഇപ്പം തിങ്കളാഴ്ച മുതൽ വാട്സപ്പ് ബൾക്ക് സെന്റർ വിൽക്കുന്നുണ്ട്. ഈ സോഫ്റ്റ്വെയർ ലൈസൻസ് ഫ്രീ ആയിട്ട് കൊടുത്ത് വിൽക്കുന്നുണ്ട്. അറൗണ്ട് 3000 ഒക്കെയാണ് അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ആപ്പ് എന്ന് പറയുന്നത് ബിസിനസ് ചെയ്യുന്നവർക്കാണ്, അതായത് ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ആപ്പ് കൊണ്ട് വളരെയധികം പ്രയോജനമുള്ളതെന്നാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ, അതായത് ഓരോ ആപ്ലിക്കേഷൻ ലിങ്കുകളാണെങ്കിലും ഓരോ പിന്നെ വാച്ചുകൾ, വസ്ത്രങ്ങൾ, അങ്ങനെയുള്ള ഓരോ ഓൺലൈൻ സാധനങ്ങളും നമുക്ക് ഇതിലൂടെ വിൽക്കാൻ സാധിക്കും. അപ്പം ഇതാണ് ഇന്ന് പരിചയപ്പെടുന്ന വാട്സപ്പ് സെന്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക്, അതായത് നിങ്ങളുടെ ബിസിനസ്സുകാരായിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോ അങ്ങനെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ്. ലിങ്ക് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അപ്പം നിങ്ങൾ അവർക്കൊക്കെ ഈ വീഡിയോ